സ്കൂൾ ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു ഫ്രണ്ട്സിനോട് പറയാൻ അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ കോളേജ് ലൈഫിലേക്ക് നാട്ടിലേക്ക് വന്നു, നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിയോട് ഓപ്പൺ ആയിട്ട് പറയാ എന്ന് തോന്നി അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയുണ്ടോ നിങ്ങളുടെ ലൈഫ്? ഞാൻ എന്റെ കോളേജിലെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് എല്ലാവരും മൂന്നാല് പേര്, ഒരാളോടെ ഞാൻ കൂടുതൽ പറഞ്ഞത്. അപ്പൊ ബാക്കി ഒരാളും കൂടെ ഞാൻ പറഞ്ഞു. അപ്പൊ അവളും ഓക്കെ ആയിരിക്കും എന്നുള്ളതിൽ പറഞ്ഞു. അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവളോടൊക്കെ സംസാരിക്കുമായിരുന്നു അവരൊക്കെ. അവർ ഫസ്റ്റ് വന്നപ്പോ അവരുടെ എക്സ്പ്രഷൻ എന്താ, അഡ്വൈസ് അല്ലെങ്കിൽ എന്താ? അവർക്ക് കോളേജിൽ പോകുമ്പോ ആ ടൈമില് വേറെ കുട്ടിയുടെ ഫോൺ വാങ്ങി ഞാൻ ഇവളൊരു 10 മിനിറ്റ് രാവിലെ ഇവളവിടെ നിന്ന് ഇറങ്ങുന്ന, കോളേജിൽ ഇറങ്ങുന്ന ഒരു സമയം കറക്റ്റ് ആണെങ്കിൽ ഇവള് എടുക്കും. അപ്പൊ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ വിളിക്കലുണ്ട്. അപ്പൊ എപ്പോഴും അവരുടെ ഫോൺ കൊണ്ടുവരുമ്പോഴാണ് നൂറനെ വിളിക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അവരത് പ്രതീക്ഷിച്ചതാണ്. പറഞ്ഞപ്പോ അവർക്ക് കൺഫേം ആയി. ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഫ്രണ്ട്സ് ആയിട്ട് കണക്ഷൻ ഉണ്ടോ? കണക്ഷൻ ഉണ്ട്, എപ്പോഴും അല്ല, പക്ഷെ എന്നാലും നമ്മൾ കണക്റ്റഡ് ആണ്. എനിക്ക് പറയാന് അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ലൈക് പാരന്റ്സ് അറിഞ്ഞതാണ്, അല്ലാണ്ട് ഞാൻ പോയി പറഞ്ഞതല്ല. ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ. അതിനുശേഷം വീണ്ടും 3 yearsന് ശേഷം വീണ്ടും നിങ്ങളെ വീട്ടിൽ വീണ്ടും പൊക്കി. അത് നൂറയുടെ പാരന്റ്സ് തന്നെയാണ് പൊക്കലും അടിമേടിക്കല്. ഞാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇവള് കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ ഒരു വിവരമില്ലായ്മ കൊണ്ട് പിടിക്കുന്നു. എന്നിട്ട് ഇവളെ വീട്ടിൽ പ്രശ്നമാവുന്നു. ഇവക്ക് കുറെ സ്ട്രഗിൾ ആവുന്നുണ്ടായിരുന്നു, എനിക്കും വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, ഒരു കെയർലെസ്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കെയർലെസ്നെസ് അല്ല, ഉമ്മാക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ലൈക് ഒരു വട്ടം ഡൗട്ട് ആയാ പിന്നെ ആ ഒരു ഇതുണ്ടാവുമല്ലോ. ചാറ്റ് ചെയ്യുമ്പോൾ എന്റെ വീട്ടിലെ സംശയം ഉമ്മി തുടങ്ങി. ഇങ്ങനെ ഫോൺ പിടിക്കുകയാണെങ്കിൽ നൂറക്ക് മെസ്സേജ് അയക്കാനാണ്. അപ്പൊ ഞാൻ ഒരു ചേച്ചി ചാറ്റ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഒരു ഉമ്മമാരെ പിടിച്ചു. ഓക്കെ. ഇപ്പം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇപ്പൊ ഞാൻ ന്യൂസും ഇതെല്ലാം വായിച്ചപ്പോഴത്തേനും നിങ്ങളെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലാക്കിയത് നൂറയുടെ പേരൻസ് ഭയങ്കരമായിട്ട് ആദിലയുടെ പേരൻസിനോട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മാറണം. ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദിലയുടെ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നോ? നൂറയുടെ ഫാമിലിയും കൂടെ സപ്പോർട്ട് ആയിരുന്നെങ്കിൽ ആദിലയുടെ പേരൻസ് സപ്പോർട്ട് ചെയ്യുമായിരുന്നോ? എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. കാര്യം ലൈക്ക് അവിടെ റിലീജിയന്റെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മള് റിലീജിയൻ എല്ലാതും മാറ്റി വെച്ചിട്ട് ഒരു മനുഷ്യനായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ആക്സെപ്റ്റ് ചെയ്തേനെ. പക്ഷെ എല്ലാവരും ഇവിടത്തെ ഇത് എങ്ങനെയെങ്കിലും ആ ഒരു സെറ്റ് ഓഫ് റൂൾസിലൂടെ ജീവിച്ചിട്ട് വേറെ ജീവിതത്തിലാണല്ലോ, പരലോകത്തെ ജീവിതത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് അതൊരു സെറ്റ് ഓഫ് ആൾക്കാരുടെ വിശ്വാസം, അതിലൊന്നും പറയാൻ പറ്റൂല. അത് മാത്രമല്ല, ഫാദറും ഭയങ്കര മെയിൽ ഷോവിനിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ്. ഇവൻ നമ്മൾ പുറത്ത് പഠിച്ചോണ്ട് നാട്ടിലോട്ട് വന്നപ്പോൾ ഡോക്യുമെന്റ്സിൽ കുറച്ച് പേരൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ജോലിക്കൊക്കെ ഇതാകണ എനിക്ക് പേരെല്ലാം കറക്റ്റ്, എനിക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ക്ലിയർ ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ അക്ഷയയിലേക്ക് പോകുമ്പോൾ നീ എന്തിനാ അതൊക്കെ പേരൊക്കെ മാറ്റണം, എന്തായാലും കല്യാണം കഴിക്കാൻ പോണേട്, ജോലിക്കൊന്നും പോവില്ല, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ ഉള്ളൊരു കല്യാണം എന്നല്ലാതെ വേറെ ഒരു ഇതില്ല മൈൻഡില്. എന്റേത് അതിന്റെ എക്സ്ട്രീം ആയിരുന്നു. എന്നെ കെട്ടിക്കാൻ വെച്ച ഒരു വസ്തു തന്നെയായിരുന്നു. ഓക്കെ, ഐ വാസ് ജസ്റ്റ് ആൻ ഒബ്ജക്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ലൈക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത്, എന്നെ കാണിക്കുന്നത്, ആൾക്കാരെ കൊണ്ടുവരുന്നത് കാണിക്കുന്ന ആ ഒരു സെയിം പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് 3 years. എങ്ങനെയോ ആണ് സ്ട്രഗിൾ ചെയ്ത് പോകുന്നത്. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു ബൈ ദ വേ. ഒരുപാട് ഈ സ്ട്രഗിൾ ചെയ്തതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും ആ മുറിവ് പോവത്തില്ല. നിങ്ങൾക്ക് ഇനി എത്ര ഹാപ്പിനെസ് നിങ്ങൾ എത്ര അച്ചീവ് ചെയ്താലും ആ മുറിവ് എപ്പോഴും മനസ്സിലുണ്ടാവും. അങ്ങനെ ഒരു മുറിവ് ഉണ്ടോ നിങ്ങളുടെ മനസ്സില്? അതെ, ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഞങ്ങളെ റിലേഷൻഷിപ്പിന്റെ മാറ്ററിൽ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പാരന്റ്സ് തന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങള് അത്രയും അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊരു ചാൻസ് കൊടുത്തു. ഓക്കെ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ്. ഞങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ പറയുന്ന കൂട്ട് ഞങ്ങൾക്ക് ആവാൻ പറ്റൂല. ഓക്കെ, എനിക്കിപ്പോൾ ഇവ ഇഷ്ടമാണ്, ഇവക്ക് എന്നെ ഇഷ്ടമാണ്. അതുപോലെ ഒരു തെറാപ്പി തന്നിട്ടോ ഡോക്ടറെ കാണിച്ചിട്ടോ ഒന്നും നേർക്കാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദാറ്റ് ഇസ് നോട്ട് സംതിങ് ടു ബി ഡൺ. അപ്പോ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഒരു ചാൻസ് കൊടുത്തു. പിന്നെ അവിടെ കൊടുത്തെന്ന് പറയുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കും. നമ്മളങ്ങനെ മക്കള് ചാൻസ് കൊടുത്ത് അങ്ങനെയല്ല, പാരന്റ്സിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു ഇത് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അവരാ വെറുപ്പിച്ച് അങ്ങനെയല്ല, കാര്യങ്ങളൊന്നും ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത ഒരു ഇതേ അല്ലായിരുന്നു. ഓക്കെ, ഞങ്ങൾ അതൊന്നും ഇല്ലാണ്ട് ഫുള്ളി ഓപ്റ്റ് ചെയ്ത ഓക്കെ, ഞങ്ങള് മുന്നോട്ട് പോവാം, ഇഫ് യു അണ്ടർസ്റ്റാൻഡ് അസ്. ഞങ്ങളത് പാടു നോക്കി ഞങ്ങൾ ജീവിച്ചോളാം, ജോലി ചെയ്ത് ആർക്കും ഒരു ശല്യമില്ലാണ്ട് ഞങ്ങൾ ജീവിച്ചോളാം. അതൊന്നും കേൾക്കാണ്ട് പിന്നെയും ഞങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കി. അത് വലിയൊരു മുറിവായിരുന്നു. അതെപ്പോ ഇതാക്കിയാലും മാറില്ല. ഇപ്പൊ നിങ്ങൾ 12th വരെ സൗദിയിലായിരുന്നല്ലോ. അപ്പൊ ഈ കേരളത്തിലത്തെ ലോസിനെ പറ്റി, ഇവിടത്തെ ഇങ്ങനെയൊക്കെ പോയ ഇങ്ങനത്തെ ഒരു നിയമസഹായം ഉണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നോളജ് തന്നത് ആരാണ്?
കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാർ നോളേജ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരല്ല, നമ്മൾ കുറെ റീസെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ കൂടുതൽ കാണുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, ഇന്റർനെറ്റിലും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ലെസ്ബിയൻ, ഗേ അതൊന്നും നമ്മൾക്ക് ഐഡിയ അല്ലായിരുന്നു. അതിനൊന്നും തീരെ ഐഡിയ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ കാണുന്നത്, വേറെ ഒന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അങ്ങനെ കുറച്ചിങ്ങനെ റീസെർച്ച് ഒക്കെ ചെയ്ത് വന്നപ്പോ അത് കുഴപ്പമൊന്നുമില്ല, ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മളും കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തി, അങ്ങനെ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും സ്ട്രിക്റ്റ് ആണല്ലോ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ ഇത്രയും പൂട്ടിട്ട്, അപ്പൊ എങ്ങനെ ഒരു ഫസ്റ്റ് ഒരു മീഡിയ അപ്രോച്ചിലേക്ക് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? കാരണം പേരൻസിന്റെ കണ്ണു വെട്ടിച്ച് വേണമല്ലോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇവളാണ് ഫസ്റ്റ് ലൈക് മീഡിയയിലൊരു ഞാൻ ആക്ച്വലി FB-ല് ഒരു വീഡിയോ ഇട്ടതാ, ഇൻസ്റ്റാഗ്രാമില്. അതിനുശേഷമാണ് നമ്മള് മീഡിയയിലോട്ട് പോകുന്നത്. അപ്പൊ അവിടെ വന്നു, ലൈക്ക് ഞാൻ ഈ ക്യാമറയുടെ മുന്നിൽ ഫോട്ടോ എടുക്കാൻ വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു പണ്ട് കേട്ടോ. അത് ഭയങ്കര എന്തോ പോലെയായിരുന്നു എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു ഇതില് കയക്കാനോ വെറുതെ ഇങ്ങനെ എടുക്കും, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷെ ആ ഒരു നേരത്ത് എനിക്ക് എന്ത് സ്ട്രെങ്ത്തിലാണ് ഞാൻ അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. ലൈക്ക് ഇത്രത്തോളം അതിന്റെ ഇടയ്ക്ക് ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ആ ഒരു ടൈമില്. പിന്നെ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട്, എളാപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ മോശമായിട്ട് വാ നിങ്ങൾക്ക് ഹോട്ടലിൽ പോവാ, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇവരെ വിചാരം ഒരു കൂടെ കിടന്ന എന്തോ മാറും എന്നുള്ളൊരു സംഗതി. ഇതൊക്കെ നമ്മൾ കേട്ടും ഇത്ര അനുഭവിച്ച് വന്ന് നിൽക്കുമ്പോ എന്ത് സ്ട്രെങ്ത്തിലാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നെ അങ്ങനെ ഷേപ്പ് ചെയ്ത് എനിക്കത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് തന്നതും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആ ന്യൂസിലൊക്കെ ഭയങ്കര മെച്ചൂർഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അതിലാണ് ഏറ്റവും കൂടുതൽ. കാരണം നൂറേനെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ ഞാൻ ആ ന്യൂസ് വായിച്ചപ്പം ഒരുപാട് പേരെ കമന്റ്സ്, ഇപ്പം ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂസ് ചെയ്യുമ്പോഴത്തേനും ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും അടിയിൽ കമന്റ്സ് വരുമല്ലോ, നിങ്ങൾക്ക് ഇരുന്ന് ചിരിക്കാം, സ്വന്തം കുടുംബത്തിൽ വന്നാലാണ് ആ വേദന അറിയുള്ളൂ എന്നാണ് എല്ലാ ഇന്റർവ്യൂസിന്റെ അടിയിലും ഞാൻ കണ്ടത്. ഇപ്പൊ ഏതൊരു അവതാരിക പറഞ്ഞാലും നിങ്ങൾക്ക് ഇവരെ ഇത് ചെയ്യാം, സ്വന്തം കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് നിങ്ങളും കണ്ടിട്ടുണ്ടാവൂല ഇപ്പൊ ഓരോ ഇന്റർവ്യൂസിന്റെ തന്നെ. അപ്പൊ അങ്ങനെ കമന്റ്സ് ഇടുന്നവരോട് എന്താ പറയാനുള്ളത്? ഇതിൽ വരുന്നത് ഇത് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വന്നത് ഞങ്ങൾക്കേ അറിയുള്ളൂ, അവർക്ക് എങ്ങനെ ഇരുന്ന് പറയാം. ഇപ്പൊ ഞാനും ഇവള് ഗോത്രൂ ചെയ്ത് രണ്ടും എന്റെ ഡിഫറൻറ്റ് സാധനമാണ്. ഒരുമിച്ചുള്ളപ്പോൾ അത് ഗോത്രൂ ചെയ്ത് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ എഫക്ട് ചെയ്യുന്നത് ഡിഫറെന്റ്ലി ആയിരിക്കും. അപ്പൊ അത് ഇങ്ങനെ ആൾക്കാർക്ക് കമന്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോഴും ഞങ്ങളെ സം പാർട്സ് ആർ മിസ്സിംഗ്, അങ്ങനെയാണ് പറയുന്നത്. വി ആർ നോട്ട് കംപ്ലീറ്റ് കാരണം ട്രോമ എഫക്റ്റഡ് ആണ്. ലോട്ട് ഓഫ് തിങ്സ് ഞങ്ങൾക്ക് സ്ട്രഗിൾ ആയി വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ഞങ്ങളെ എഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഞങ്ങളതൊന്നും ഓവർ എക്സ്പ്രസ് ചെയ്യാറൊന്നും ഇല്ല. യൂട്യൂബിലാണെങ്കിലും എവിടെ ആണെങ്കിലും ഞങ്ങൾ ഓവർ അത് പറഞ്ഞ് കരച്ചില് വീഴ്ചില് അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമല്ല. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, വി ജസ്റ്റ് ഹാവ് ടു മൂവ് ഓൺ, അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്നുണ്ടല്ലോ നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവണം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ലൈക്ക് ഈ പറയുന്ന ആൾക്കാരെ വീട്ടിലാണെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇവരെന്താക്കും, കൊല്ലുവോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇവര് കൊല്ലുവോ? കൊല്ലട്ടെ, എന്നാ പിന്നെ അതിന്റെ നിയമത്തിന്റെ സ്ട്രഗിൾ ചെയ്യണ്ടല്ലോ, കൊന്നാട് പിന്നെ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അവർക്ക് ആ ഗിൽറ്റ് വെച്ചിട്ട് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിക്കട്ടെ. പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ പ്രണയ സഫലീകരണം നേടിയവരാണ് ആദിലയും നൂറയും. സുഹൃത്ത് നൂറയുമായി പ്രണയത്തിലാണെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും കുടുംബാംഗങ്ങളോട് തുറന്നു പറഞ്ഞതോടെയാണ് ആദിലയും നൂറയും പ്രതിബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. സൗദിയിലെ സ്കൂളിൽ പഠിക്കുമ്പോൾ +1 വെച്ചാണ് ആദില നൂറയെ കണ്ടുമുട്ടുന്നത്. ഇരുവരും തമ്മിലുള്ള സൗഹൃദം വൈകാതെ പ്രണയമായി വളരുകയായിരുന്നു. ഒരുമിക്കണം എന്ന് ചിന്തിച്ചപ്പോഴാണ് വീട്ടുകാർ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. അവർ വേഗം വിവാഹം ചെയ്യിപ്പിക്കാൻ നോക്കി. ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചത് എന്നവർ ഒരിക്കലും അന്വേഷിച്ചില്ല. റൂൾ ഇതാണ്, അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ ആകണം എന്ന ചിന്ത ഞങ്ങളിലും അടിച്ചേൽപ്പിച്ചു. അപ്പോഴാണ് വീട് വിട്ടിറങ്ങാം എന്ന തീരുമാനത്തിൽ എത്തുന്നത്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്കും മനസ്സിലായിരുന്നില്ല ഐഡന്റിറ്റി. പിന്നീട് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്തപ്പോഴാണ് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നത്. തുടക്ക സമയത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ഒരു പൊസസീവ്നെസ്സും മറ്റും ഉണ്ടായിരുന്നു എന്ന് ആദിലയും നൂറയും പറയുന്നു. ഓപ്പോസിറ്റ് ജെൻഡർ ആയിരുന്നുവെങ്കിൽ വിവാഹം കഴിക്കാമായിരുന്നല്ലോ, രണ്ടാളും മുസ്ലിം ആയിരുന്നു, അപ്പോൾ വിഷയം ഉണ്ടാകില്ലല്ലോ എന്ന ചിന്തയും വന്നു. ഇനി എന്ത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഗൂഗിളിൽ നിന്നും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് മനസ്സിലാക്കുന്നത് എന്നും ഇരുവരും പറയുന്നു. വീട്ടിൽ പറയേണ്ട കാര്യം വന്നിട്ടില്ല, അല്ലാതെ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നും അറിഞ്ഞ സമയത്ത് അവർ ഞെട്ടിപ്പോയി എന്നും പറയുന്നു.